ജീനാൻ ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം തന്നെ ജീനാന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹോലിയും ജീനാനെ കാണുവാനായിട്ട് അവൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കും എത്തുകയാണ്. ഈ ഒരു സമയത്ത് ജീനാന് ഹോലിയോട് സംസാരിക്കുവാനായിട്ടോ അവന്റെ കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ടോ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അവളും ഹോലിയുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഹോലിയും അവളോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഹൂലിക്ക് എല്ലാം മറന്നിട്ട് വീണ്ടും പഴയതുപോലെ ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടുമായിട്ട് ജീവിക്കുവാനായിട്ടായിരുന്നു താല്പര്യം. സോ അവനും അതിനെക്കുറിച്ചൊക്കെ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവളും അവനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവനിട്ട് ഒരു ചവിട്ടും കൊടുക്കുന്നു. പക്ഷെ ഈ ഒരു ചവിട്ടില് അവളെ തന്നെയായിരുന്നു നിലത്ത് വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ കാലിന് പരുക്കും പറ്റുന്നു. പരുക്ക് പറ്റിയ അവൾക്ക് ശരിക്കും നടക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹൂലിയാണ് അവളെയും എടുത്തുകൊണ്ട് വീട്ടിലേക്കും പോകുന്നത്. ചെയർമാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഹൂലിയുടെ ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഇപ്പോൾ യാങ്ങിനും കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ അകത്തുള്ളത് ഹൂലിയാണെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. നീയാണ് അവനെ ഒളിപ്പിച്ചതെന്നും അറിയാം. ശരിക്കും എന്താണ് നിന്റെ പദ്ധതി എന്ന രീതിക്ക് ചെയർമാൻ ചോദിക്കുമ്പോഴത്തേക്കും ചെയർമാന് പ്രശ്നമുണ്ടാകുന്ന രീതിക്ക് ഒരിക്കലും ഒന്നും ചെയ്യുവാനായിട്ട് താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഹോലിനെ സേഫ് ആയിട്ട് വെക്കണമെന്ന് മാത്രമായിരുന്നു കരുതിയത്. പക്ഷെ ചെയർമാൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഒരിക്കലും ഹോലിനെ മറ്റാരും കാണാത്ത രീതിക്ക് ഞാനും മാറ്റിക്കോളാമെന്ന് യാങ്ങും ചെയർമാൻ ഉറപ്പ് നൽകുന്നു. അതുകൂടാതെ ഇപ്പോൾ ഹൂലി ഉള്ളത് ചീനാൻ എന്നൊരു പെൺകുട്ടിയുടെ ഒപ്പം ഒരു കഫേലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ്. നിങ്ങള് ആരാണ് ചീനാൻ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി യാങ്ങും പറയുന്നു. ഹൂലിയും മാനേജറും കൂടി ഓരോരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് നിലവിൽ ഹൂലി വല്ല ഹോട്ടലിലും താമസിക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഹൂലിനെ തിരിച്ചറിയുന്നതായിരിക്കും. അതല്ല ഹൂലി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ നിലവിൽ അവിടെ ബേ താമസിക്കുന്നത് കൊണ്ട് തന്നെ ബേനെ കാണുവാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിൽ വരും. സോ അവരുടെ ശ്രദ്ധയിലും ഹോലി പെടുന്നതായിരിക്കും. സോ അവിടെയും നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിലവില് ഹോലിക്ക് ഏറ്റവും നിൽക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴുള്ള ജീനാന്റെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ മതിയെന്ന രീതിക്ക് മാനേജർ സംസാരിക്കുന്നു. നിലവില് ജീനാന് ഞാൻ കാരണമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന രീതിക്ക് ഹോലിയും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു കാലില് വലിയൊരു കെട്ടൊക്കെ ആയിട്ട് ജീനാനും എത്തുന്നത്. നിലവില് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ എന്റെ ഈ വീട്ടിൽ താമസിക്കുന്നതിനുള്ള വാടകയെല്ലാം തന്നെ മാനേജർ നൽകുന്നതായിരിക്കുമെന്ന് ഹൂലി പറയുമ്പോൾ ഇതേ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവൾ പറയുന്നത് പോലെ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് അവളും അറിയിക്കുന്നത്. അന്ന് പാതിരാത്രിക്ക് ഹൂലി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജീനാനും തനിക്ക് ഈ ഒരു റൂമിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ എണീപ്പിക്കുന്നു. കൂടാതെ ആ റൂമിൽ ഉണ്ടായിരുന്ന അവന്റെ എല്ലാ സാധനങ്ങളും മാറ്റുവാനായിട്ടും അവൾ ആവശ്യപ്പെടുകയാണ്. ഇതിനു മുമ്പ് പാതിരാത്രിക്ക് ആയ സമയത്ത് അവൻ അവളുടെ റൂമിൽ കയറി വന്നിട്ട് ഫുഡൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പ്രതികാരം എന്ന രീതിക്കാണ് അവളും ഇങ്ങനെയെല്ലാം തന്നെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. നിലവിലെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഹോലിയാണ്. ജീനാന്റെ കാലിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും അവളും ആവശ്യത്തിലേറെ അഭിനയിക്കുന്നു. നിലവിൽ അവൻ ഉണ്ടാക്കിയ ഫുഡ് കൂടാതെ മറ്റു ചില ഫുഡൊക്കെ ഉണ്ടാക്കുവാനായിട്ട് അവളും ആവശ്യപ്പെടുന്നു. അവനും അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവളുടെ ഡ്രസ്സൊക്കെ അലക്കുവാനായിട്ട് അവനോട് പറയുമ്പോഴത്തേക്കും അവൻ അതും ചെയ്തു കൊടുക്കുന്നു. ഹൂലി റൂമിൽ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും ജീനാനും ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളും ഓരോരോ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം തന്നെ നിലത്തേക്ക് ഇടുന്നു. ഹൂലിയും അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ബേ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾ എന്തൊക്കെ കഴിച്ചിട്ടാണോ ഇതുപോലെ സാധനങ്ങളൊക്കെ നിലത്തിടുന്നത് അതേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് ബെയ്യും എത്തിയത്. സോ തനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കുവാനായിട്ടാണ് ഇവനിവിടെ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും ദേഷ്യപ്പെടുന്നു. ഒരു ഇടിയൊക്കെ വെട്ടിയിട്ട് ടിവിയുടെ സിഗ്നൽ പോയതിനു ശേഷം ഹൂലി എത്തി ടി വി ഒക്കെ ഓഫ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സിഗ്നൽ തിരിച്ചെത്തുന്നു. പക്ഷേ ഹൂലി അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും വീണ്ടും സിഗ്നൽ പോകുന്നു. സോ അവരാകട്ടെ ടി വി കാണണമെങ്കിൽ ഹൂലി അവിടെ നിന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടിവിയുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡ് പോലെ ഹൂലിനെ നിർത്തുന്നുണ്ട്. അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും ഹുലിക്ക് ശരിക്കും ദേഷ്യം തോന്നുന്നു. താൻ പഴയതുപോലെ ഒരു സ്റ്റാർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യനെ എടുത്ത് കളയുന്നതായിരിക്കുമെന്നും ജീനാന് നല്ല പണി കൊടുക്കുന്നതായിരിക്കുമെന്നും ഒക്കെ അവനും ഓർക്കുകയാണ്. അങ്ങനെ ഓർത്ത് അവനും സന്തോഷിക്കുന്നു. ഹുലിയുടെ കാര്യമൊക്കെ എന്തായെന്ന് അറിയുവാനായിട്ട് ബെയ്യും പിന്നീട് ഹുലിനെ കോൾ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു അവനും. എങ്കിൽ പോലും ജീന നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്. അതല്ലാതെ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയുക വരെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ കണ്ട കാര്യങ്ങളൊന്നും തന്നെ റിയൽ ആണെന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേയുടെ അടുത്ത് കള്ളങ്ങൾ പറയുവാനായിട്ടായിരുന്നു അവനും ശ്രമിച്ചത്. രാവിലെ തൊട്ട് രാത്രി വരെ പണിയൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു ഹൂലി. പക്ഷെ സോഫയൊക്കെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന അവനും താഴേക്ക് വീഴുന്നു. നേരത്തെ ജീനാന്റെ റൂമിലായിരുന്നല്ലോ അവൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയ്ക്ക് അവൻ നേരെ വന്നിട്ട് ജീനാന്റെ റൂമിൽ കിടക്കുകയാണ്. പക്ഷെ അവിടെ നേരത്തെ തന്നെ ജീനാനും കിടപ്പുണ്ടായിരുന്നു. സോ രാവിലെ എണീക്കുന്ന ജീനാനും തന്റെ കൂടെ ഹൂലി കിടക്കുന്നത് കണ്ടിട്ട് അവനിട്ടൊരു ചവിട്ടൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം അവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു.
പക്ഷെ അപ്പോഴായിരുന്നു ഹൂലിയും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചീനാന്റെ ഏത് കാലായിരുന്നോ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ കാല് വെച്ചിട്ടാണ് ഇപ്പോൾ ഹൂലിക്കട്ട് ചവിട്ടൊക്കെ കൊടുത്തത്. മാത്രമല്ല അവൾ ഓക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതും. സോ നിനക്ക് കാലിനൊരു കുഴപ്പവും ഇല്ലായിരുന്നോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് തനിക്ക് കാലിന് ഒരുപാട് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും ഒന്ന് അഭിനയിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യം പറ നിനക്കെന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് കാലിന് ഒന്നും തന്നെ പറ്റിയില്ലായിരുന്നെങ്കിൽ പോലും കാലൊക്കെ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്നെ നോക്കുന്നത് നിനക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇതുപോലെ എന്നെക്കൊണ്ട് ഓരോരോ പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഹൂലി അവളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവളും ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ജീനാനെ അന്വേഷിച്ച് ഹൂലിയുടെ മാനേജറും ഇപ്പോൾ കഫേയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ കഫേയിൽ ജീനാൻ ഉണ്ടായിരുന്നില്ല. പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ജീനാന്റെ ഫ്രണ്ട് ആയിരുന്നു. ജീനാന്റെ ഫ്രണ്ടിന് മാനേജറിനെ കാണുമ്പോൾ തന്നെ ക്രഷ് തോന്നുകയാണ്. സോ അവളും മാനേജറിന് വേണ്ടിയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ബെയ്യും യാങ്ങും കൂടി സംസാരിക്കുകയാണ്. ചെയർമാന്റെ അടുത്ത് ഞാൻ ജീനാന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചെയർമാനും ജീനാനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നതായിരിക്കുമെന്ന് യാങ്ങും അറിയിക്കുന്നു. അതേസമയം യാങ്ങിന് ഇപ്പോൾ ഹൂലിനെ ജീനാന്റെ അടുത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ തന്നെയല്ലേ ഹൂലിനെ ജീനാന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീനാന്റെ കൂടെ അവൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹൂലിനെ അവിടെ നിന്നും മാറ്റണമെന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന രീതിക്ക് ബെയ്യും യാങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ജീനാനെ ഹൂലിനെ താൽക്കാലികമായിട്ട് മാത്രമേ സേഫ് ആക്കി നിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അവനെ മാറ്റണമെന്ന ഒരു കാര്യമൊക്കെ ഞാനും പറയുന്നതെന്ന് യാങ്ങും അറിയിക്കുന്നു. ജീനാൻ കഫേലെത്തി കഴിയുമ്പോഴത്തേക്കും ജീനാന്റെ അടുത്തായിട്ട് ഹൂലിയുടെ ഓട്ടോഗ്രാഫ് ഒക്കെ ഉള്ള കുറച്ച് ഫോട്ടോസ് മാനേജർ നൽകുകയാണ്. ഹൂലിക്ക് ഇപ്പോൾ അത്രയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവൻ വീണ്ടും സ്റ്റാർട്ടൊക്കെ തിരിച്ചു കിട്ടി വരികയാണെങ്കിൽ ഈ ഒരു ഫോട്ടോസ് ഒക്കെ വളരെയധികം വിലപിടിപ്പുള്ളതായി മാറുമെന്ന് മാനേജറും പറയുന്നു. ഹൂലി അധികം വൈകാതെ തന്നെ വിട്ടു പോകുമല്ലോ എന്നൊരു കാര്യമൊക്കെ ഇപ്പോൾ ജീനാനും ഓർക്കുകയാണ്. ശരിക്കും അതാണോ തനിക്ക് വേണ്ടത്, അതോ ഹൂലി തന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണോ തനിക്ക് ഇഷ്ടമെന്നൊക്കെ അവളും ചിന്തിക്കുന്നു. ജീനാൻ ഹുലിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജീനാന് യാങ്ങിന്റെ അടുത്ത് നിന്നും ഒരു കോള് വരികയാണ്. നീ ഇത്രയും നാളും ഹുലിനെ നന്നായി തന്നെ നോക്കി, അതിന് ഒരുപാട് നന്ദിയുണ്ട്. നേരത്തെ പറഞ്ഞ തുകയുടെ ബാക്കിക്ക് ഇപ്പോൾ തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹുലിനെ ഞാൻ തിരിച്ചും കൊണ്ടുപോവുകയാണെന്നായിരുന്നു യാങ്ങും അവളോട് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ആ ഒരു കോളും അവസാനിക്കുന്നു. ജീനാനും ഈ ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ബയ്യാക്കട്ടെ ഹൂലിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. നിനക്ക് കിട്ടുവാനുള്ള പണമെല്ലാം തന്നെ കിട്ടിയല്ലോ, ഞാനും തിരികെ പോവുകയാണ് എന്ന് അവനും പറയുന്നു. ഈ ഒരു സമയത്ത് ഒന്നും തന്നെ അവളും തന്റെ ഇഷ്ടം തുറന്നു പറയുന്നില്ല. മറിച്ച് അവനോട് പൊയ്ക്കോളുവാനായിട്ട് മാത്രമാണ് പറയുന്നത്. കൂടാതെ അവന്റെ സാധനങ്ങളെല്ലാം തന്നെ ഇനി അവൻ താമസിക്കുവാനായിട്ട് പോകുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാമെന്നും പറയുന്നു. സോ ജീനാൻ തടയാത്തത് കൊണ്ട് തന്നെ ഹൂലിയും ഇപ്പോൾ ബെയുടെ ഒപ്പം പോവുകയാണ്.